ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ചോറിനൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി എങ്ങനെ നോക്കിയാലോ. ഒരു പ്ലേറ്റ് നിറയെ ചോറ് തിന്നാൻ വെറും ഇത് മാത്രം മതിയിട്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഇതുപോലെ ആയി വരുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ മുട്ട വറുത്ത് അതേ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിരുന്നത്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിരുന്നത് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ കളർ മാറി വരുന്നതിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 2-3 ചുവന്ന മുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായി എണ്ണതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ വഴഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഇതിൻ്റെ സ്മെല്ലൊന്ന് മാറി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ലൊരു റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ. താങ്ക് യു.